പിലാർ എസിന്റെ വാട്സ് ദാറ്റ് എന്ന ഹ്രസ്വ സിനിമയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. അതെന്താ? വാർദ്ധക്യം തുടങ്ങിയ പീഡിതാവസ്ഥകളെ ആധുനിക സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നാം മൂലധന താല്പര്യങ്ങളിൽ അകപ്പെട്ടു പോയാണ് കുടുംബം. ലാഭത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഒന്നിനെയും സ്വീകരിക്കാൻ കഴിയാത്ത ദുരവസ്ഥയിലേക്ക് മുഖം കുത്തി വീണുപോയിരിക്കുകയാണ്. പാഴ്വസ്തുക്കൾ മാലിന്യ സംഭരണശാലകളിലേക്കത് പോലെ വൃദ്ധരും രോഗികളും നിഷ്കരണം വലിച്ചെറിയപ്പെടുമ്പോൾ ഓർക്കുക, ഒരു നാൾ നമ്മളും അതായി മാറുമെന്ന്. കാലം എല്ലാവർക്കും വാർദ്ധക്യത്തിന്റെ ഒരു ഉപായം തുന്നിവെച്ചിട്ടുണ്ടെന്ന്.
ഹലോ സാർ, അതെ അതെ അത് സാറെ ബിൽഡിംഗ് പെർമിറ്റും എസ്റ്റിമേറ്റ് വേണ്ടി ചെയ്താ സബ്മിറ്റ് ചെയ്തതാ. അതെ 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 സാർ, അതെ സാർ 8ാം തീയതി വരെയുള്ള എല്ലാ ഇന്റീരിയർ വർക്കും കംപ്ലീറ്റ് ആയിട്ട് അതെ അതെ സാർ. മെയിൽ വന്നില്ല സാർ. അതെ സെക്ഷനിൽ ഇരിക്കുന്നത് പുതിയൊരു കുട്ടിയാണ്, അത് മിസ്റ്റേക്ക് ആയിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ റീസെന്റ് ചെയ്യാം സാർ, റീസെന്റ് ചെയ്യാം. ഓക്കെ ഓക്കെ സാർ, ശരി ശരി ശരി. സാർ വേസ്റ്റ് വാട്ടർ നമുക്ക് പുല്ലിപ്പുഴയിലേക്ക് കൊടുക്കാം. കല്ലമ്പാറ പുഴ വഴി ചാലിയാറിലേക്കുള്ള ഒഴുകിക്കോളും സാർ. എന്ത് പ്രോബ്ലം സാർ, ആര് ചോദിക്കാൻ? പൊല്യൂഷൻ കൺട്രോളൊക്കെ നമ്മുടെ പോക്കറ്റിലാണ് സാർ. അതെ എല്ലാരും വേണ്ട രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതെ അതെ സാർ. പിന്നെ സാറേ, സാറിന്റെ റൂമിൽ ഇരുന്നിട്ട് സ്വിമ്മിംഗ് പൂളിലേക്കുള്ളൊരു വ്യൂ, നൈസ് വ്യൂ ആ സാർ. അതെ അതെ ടെക്നീഷ്യൻ CCTV ട്രയൽ എനിക്ക് കാണിച്ചു തന്നു. അതെനിക്ക് സാറിന്റെ ഒരു ടേസ്റ്റ് അറിയാലോ. അതെ അതെ സാർ. ഹലോ, പറഞ്ഞോ. ഞാൻ കുറച്ച് ബിസിയാ, നിങ്ങൾ പെട്ടെന്ന് പറയൂ. നിങ്ങൾ ആ മെയിൽ അയക്കാത്തോണ്ട് ബോസിന്റെ കാര്യം ചീത്ത കേട്ടതിരിക്കാം. നോ 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 നോ, നിങ്ങൾക്ക് ലീവ് അനുവദിക്കാൻ പറ്റില്ല. നോ നോ, എന്ത് പ്രത്യേകം പറയാ. നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ബിസിയാ, നിങ്ങൾ പിന്നീട് വിളിക്കൂ. അച്ഛാ, ചെവി കേൾക്കൂല, മരുന്ന് കഴിച്ചോ? പിന്നെ ആരെടുത്ത് കൊടുത്തെന്ന് വെച്ചിട്ടാ നല്ല ചത്തതറിയില്ലേ? ആ വെള്ളത്തിൽ തന്നെ അതോ
ഡേസി നിന്നോട് ഞാൻ പിഴക്കാം. എത്ര ദിവസം നിന്നെ കാത്തിരിക്കുന്നു. നിന്നെ കോളേജ് ഒരു കാണുന്നില്ലല്ലോ. ഈ ട്രിപ്പ് ഒന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിന്റെ മതോന്മത്തനാക്കിക്കൊണ്ടിരിക്കുക. എന്റെ മുടിയിഴകളിൽ നീ നല്ല മൂഡിലെന്ന് തോന്നുന്നു. ഓക്കെ നെക്സ്റ്റ് വീക്കിൽ ഞാൻ ട്രിപ്പ് പോകുന്നുണ്ട് സ്വിറ്റ്സർലാൻഡിലേക്ക്. നിനക്ക് ഐഫിലുള്ള ചെരുപ്പ് നിനക്ക് നന്നായിട്ട് ചെയ്യും. അത് 2 പേർ വാങ്ങിക്കും. പിന്നെ നീ അന്ന് പറഞ്ഞ ഒരു ഡ്രസ് കള്ളിയിൽ പുള്ളിയുള്ളോ അല്ലെ പുള്ളിയിൽ കള്ളിയുള്ളോ ഏതാ? ഓ ഓക്കെ ഓക്കെ പുള്ളിയിൽ കള്ളിയുള്ളത് തന്നെ വാങ്ങാം. കള്ളി എന്ത് തിരക്ക്. ഫുൾ ഫ്രീ ആണ് ഡേസി. നോ 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 പ്രോബ്ലം. വിളിച്ചോ എപ്പോ വേണമെങ്കിലും വിളിച്ചോ ഡേസി. ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ്. വീണില്ലേ? വീഴും. അത് നോക്കിയിരിക്കണേ. വെറ്റകളൊക്കെ എവിടെ കുളിക്കും. അതാ കിടക്കണ ഇവിടെ കൊണ്ടെടുത്ത്. അയ്യോ മാഷിന് എന്താ പറ്റിയേ? മാഷ് എങ്ങനെയാ ഇവിടെ എത്തിയേ? മാഷ ചായപ്പില്ലല്ലോ. അയ്യോ ആകെ കുഴഞ്ഞു കിടക്കുകയാണല്ലോ. സാറേ ഒന്ന് കൈ വെക്കോ? ഓ ആശം പിടിക്കല്ലേ മാഷേ മെല്ലെ 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 മാഷേ ഇരിക്കുക മാഷേ മെല്ലെ 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 മാഷേ ശല്യം അങ്ങനെ പറയല്ലേ സാറേ. എത്രയായാലും അച്ഛനല്ലേ. അച്ഛൻ നമ്മളെ പപ്പി എന്തിനാ കറിയുന്നത്? അത് പിന്നെ പപ്പിന്റെ പാല് കഴിച്ചിട്ടില്ല. ബിസ്ക്കറ്റ് തിരിഞ്ഞു നോക്കണല്ലേ. ചെറിയൊരു പനിയുണ്ട്. ഓ മൈ ഗോഡ് മൈ ഡോഗ്. നിങ്ങൾ പലവട്ട പറഞ്ഞതല്ല അതിനെ മഞ്ഞത്തെ കഴിച്ചു വിടുന്നത്. എന്ത് വർത്താനാ സാറേ പറയണത്? പപ്പീനെയോ ഞാനോ മഞ്ഞത്തേക്ക് അഴിച്ചു വിടാനോ? അതിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂട് തുറന്നപ്പോ ഇറങ്ങി ഓടില്ല. ഭയങ്കര വികൃതി അതിന്. അധികം വർത്താനം ഒന്നും പറയണ്ട. നാളെ രാവിലെ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കണം. ഓക്കെ ഓക്കെ സാർ. അപ്പോ സാറേ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടു. പറഞ്ഞോളൂ. ഇന്ന് കാലത്ത് തേങ്ങ ഇടാൻ വന്ന ഷിജുല്ലേ? ഏത് ഷിജു? കോഴിക്കോട്ടെ ഷിജു. ഷിജു തേങ്ങ ഇടാൻ വന്നപ്പോ എന്റെ ചന്തി ഇവിടെ ടോപി ഷിജുവിന്റെ ചന്തി കഴിച്ചിട്ടാവേ. ചന്തി ഓഞ്ഞായ ടോപി കളല്ലേ? വലി കഴിഞ്ഞാലോ അതിന്റെ മുന്നോ? അത് വലിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം സാറേ. അപ്പൊ കുഴപ്പമില്ല. നമ്മുടെ ടോബി ഒന്നും ചെയ്യാറില്ലല്ലോ. അത് പിന്നെ
ടെൻഷൻ. മാഷേ മാഷേ ഇത് മനസ്സിലായോ എന്ന് പോസ്റ്റ്മാൻ സുഖം കുസല്ല എന്താണ് അച്ഛാ എല്ലാ മാസം പെൻഷൻ കൊടുത്തിട്ട് സുഖൂനെ വെക്കാനില്ല. സംസ്കാരക്കെതിരെ മാഷേ സംസ്കാരക്കെതിരല്ല കേട്ടോ. അയ്യോ പറഞ്ഞില്ലല്ലോ. പതിക്കാലോ അതൊന്നും കൂടി പോയിട്ട് വരാം. ഭാഗ്യം ഉണ്ടെങ്കിൽ അടുത്ത മാസം കാണാം. എന്നിട്ടാണ് ഈ വൃത്തികാരി ഇവിടെ കാണിച്ചു വച്ചത്. നാശം.
മാഷ വീട്ടിലെ സന്ദർശനപ്രാ ബുധൻ ഇന്നെന്താ സമയം സമയപ്രാ ഇപ്പൊ സമയം ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ അതെ മകനാണെന്ന് കൂട്ടിക്കോട്ടെ അതെ അയാൾ ആ ചായക്കുണ്ടിന്റെ ഓഫീസ് വരെ എത്തി അത് ശരി അതെനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അത് കുയിലാണ് മാഷേ, പാടുന്ന കുയില്. ഇല്ല മാഷേ, അതെ മാവും പ്ലാവും പൂത്ത് തളർത്ത് കാറ്റ് പഴുത്ത് നിൽക്കണൊക്കെ കാണുമ്പോ കുയിലിന് വലിയ സന്തോഷം. ആ സന്തോഷം കൂടി കൂടി വരുമ്പോ കുയില് പാടണതാ. മാഷേ, ഈ കാല് വെച്ച് മാഷിന് പുറത്തിറങ്ങി നടക്കരുതേ. നടന്ന വീഴും, വീണ മുറിയും, പിന്നെ അത് പഴുത്ത് വ്രണായി മാറും. പിന്നെ മാഷിന് നടക്കാനേ കഴിയില്ല. സിനിമയും നാടകവും ഒന്നും കാണാൻ കഴിയില്ലേ. മാഷിന് അതല്ലേ കാണണ്ടേ മാഷേ? വേണ്ടേ? എന്നാ പോട്ടെ മാഷേ. ഓ എത്തിയോ ജീവൻ രക്ഷാക്കി. അതെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഇവിടെ കയറി ഇറങ്ങാൻ ഇത് സത്രല്ല, എന്റെ വീടാ, മൈ ഹൗസ്. സാറേ, ഓരോ ദിവസം കൂടുന്നോറും കിടപ്പ് രോഗികളുടെ എണ്ണം കൂടി കൂടി വരിക. ഓടിയിട്ട് എത്തണില്ല. ഓടിച്ചെത്തണമെങ്കിലേ എത്ര ആൾക്കാരെ ഓടിക്കണം? ഇന്ന് ഡോക്ടർ ഭക്ഷണം കൂടി കഴിക്കാതെ നിൽക്കണത്. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ഡോക്ടർ ഇവിടെ ചത്ത ചരിത്രമില്ല. അല്ലെങ്കിലും ചർമ്മം കണ്ടിട്ട് അങ്ങനെ തോന്നണില്ലല്ലോ. മാന്യമായിട്ട് സംസാരിക്കണം സാറേ. ഞാൻ മാന്യന്മാരോട് മാന്യമായിട്ടല്ലേ സംസാരിക്കാൻ. എന്നെ മാന്യത പഠിപ്പിക്കാൻ വരണ്ട. പഠിപ്പിക്കണില്ല. മക്കൾക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഓ എന്താണാവോ ഉത്തരവാദിത്വം, ഏതാണാവോ കടമ എന്ന് പറഞ്ഞു തന്നാലേ എനിക്ക് ആ പണി എടുക്കാൻ. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഉണങ്ങി വന്ന മുറിവ ഇപ്പൊ അത് പഴുത്ത് മുഴുവച്ച് ഒരു ദിവസം ഞങ്ങൾ വൈകിയത്. ഇത്രയും മനോഹരമായി ഗ്രാനൈറ്റ് വിരിച്ച് എന്റെ ഓഫീസിൽ ഒരു പാമ്പ് കയറി. അതിലും വല്ലല്ലോ തന്റെ മുറി കയറിയ പുഴു. സാറേ, ഈ കാലിന് മുറിവുണക്കം, പക്ഷെ മനസ്സിനേറ്റ മുറിവുണ്ടല്ലോ അതൊരിക്കലും ഉണങ്ങൂല. മറക്കണ്ട. ചെല്ലേ ചെല്ലേ. ഒരു മൂലക്ക് ഇരുന്നോളാം. എന്താ പറഞ്ഞ മനസ്സിലായില്ല?
അടച്ചേക്കാമേ. സുഖമല്ലാത്ത. പെരിയവരോടിക്കുമ്പോ തള്ളിടാ. ഒന്ന് കുടിച്ചു പാക്കട്ടോ. എപ്പടി ഇരിക്കുന്നു പാക്കലാമേ. ഇതിക്കു മേലെ കഞ്ഞി തണ്ടിയതാ. ഈ അണ്ണാച്ചി പെണ്ണിന്റെ ചാക്കിലേക്ക് ഒന്നായിട്ട് അടുക്കാരി എടുത്തു കൊടുത്തു. എരുവ് തണ്ടി നടക്കുന്ന പെണ്ണുങ്ങളുടെ മുമ്പിലാ ഉടുത്തുണിയില്ലാത്ത സ്വന്തം ഒരു സഹതാപം. നിങ്ങൾ
ഞാനിതൊന്ന് ചെയ്തോട്ടെ. ഇതെന്താ? അത് മണ്ണാങ്കറ്റാ, മണ്ണാങ്കറ്റാ. ഒരു സുഖസൗകര്യങ്ങൾ ഒണ്ടിച്ചെന്നാക്കിയതല്ലേ? അവിടെ അവിടെ എന്തിന്റെ കുറവാ? നേരാവണ്ണം നക്കാൻ കിട്ടല്ലേ? പിന്നെ ഏത് തന്നനെ കാണാൻ അങ്ങോട്ട് കയറി വന്നു? ഒരു കൂട്ടം നാളെ ഇനി ഉണ്ടാവോ ഇല്ലാന്നുള്ള സംശയത്തില. നേരത്തെ പോയതുകൊണ്ട് അത് നന്നായി, അല്ലെങ്കിൽ അതും കൂടി ഞാൻ സഹിക്കേണ്ടി വന്നു. മനുഷ്യന്റെ പിന്നാലെ ഇങ്ങനെ പോകത്ത് ശല്യം ചെയ്താൽ ആർക്കാണെങ്കിലും ദേഷ്യം.